ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓഗസ്റ്റ് 3 മുതൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചു. സാറേ അത് എന്താ സംഭവം, എങ്ങനെയാണ് നമ്മളെ ബാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞു ഞാനൊരു സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് മൊത്തം ഈ സംഭവം വായിച്ച് നോക്കി, NSE സർക്കുലർ എല്ലാം വായിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇതൊക്കെ വായിച്ച് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം 2-3 വീഡിയോയും ഈ NSE സർക്കുലർ എല്ലാം കൂടെ വായിച്ചിട്ട് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, എനിക്ക് മനസ്സിലായ കാര്യം ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഇനി ഓഗസ്റ്റ് 3 മുതൽ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം സിമ്പിളായിട്ട് പറയാം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ആരുടെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുക. എനിക്ക് മനസ്സിലായ കാര്യം പല വീഡിയോകളിലും പല രീതിയിലായി സംസാരിക്കുന്നതിനെപ്പറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് സർക്കുലറൂടെ വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം സിമ്പിളായിട്ട് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ നമ്മളുടെ മീറ്റപ്പ് തീരുമാനിച്ചു. ഓഗസ്റ്റ് 23 സൺഡേ, ഞായറാഴ്ചയാണ്, എറണാകുളത്ത് വെച്ചായിരിക്കും നമ്മുടെ മീറ്റപ്പ്. അപ്പം അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ എന്നെ ഒന്ന് ആ നമ്പറിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാവൂ. ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. വളരെ നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഫീസ്, ഒരു എൻട്രി ഫീ മാത്രമേ കാണൂ. അപ്പം അതിൽ നമ്മൾ ഇൻക്ലൂഡിങ് ഒരു നല്ലൊരു ഓണസദ്യയും പിന്നെ എൻ്റെ വക നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റും, പിന്നെ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഗിഫ്റ്റല്ല, നിങ്ങൾക്കെന്നും നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനം, ഒരു ചെറിയ ഗിഫ്റ്റും, പിന്നെ നമ്മളുടെ വേറെ 1-2 കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരസ്പരം കാണാനും നിങ്ങളുടെ വിശേഷങ്ങളും ട്രേഡിംഗ് ലൈഫിലെ എക്സ്പീരിയൻസും ഒക്കെ പങ്കിടാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. ഞാൻ ആരെയും പുഷ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് പലരും പറയണം സാറേ ഒന്നിച്ച് കൂടും ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ധാരാളം ആൾക്കാർ പോൾ ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉള്ളൊരു അവസരമാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ പറഞ്ഞ ഈ കാര്യം. ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം 30% സീറ്റ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഫില്ലായി. അപ്പോൾ ഇനി നമുക്ക് 1 മാസം നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും നിങ്ങൾ കഴിവതും ശ്രമിക്കുക, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഞായറാഴ്ചയാണ്, അപ്പോൾ എല്ലാവർക്കും സഹകരിക്കാൻ പറ്റും, ഓണത്തിൻ്റെ അവധിയാണ്. അപ്പം കഴിവതും നിങ്ങൾ സഹകരിക്കാൻ പറ്റുന്നെങ്കിൽ സഹകരിക്കുക. പിന്നെ ഇനി അത് അല്ല, ഗൾഫിലുള്ളവർ പറയും സാറേ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്പോൾ ഇനി ഒരു പക്ഷേ ഈ പൈസ കൊടുത്ത് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഗൾഫിലുള്ളവരുടെ പ്രവാസികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സ്പോൺസർ ചെയ്യാം. ഇനി അല്ല സ്പോൺസർ ചെയ്യില്ല, സാറിൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം എന്ന് ആർക്കെങ്കിലും മനസ്സിൽ അതിയായ സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ സ്നേഹസ്വരൂപങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ താഴെ പൊങ്കാലയിടില്ല തന്നെ. ജസ്റ്റ് അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാം. പലരും ഗൾഫിൽ ഉള്ള പ്രവാസികളായിട്ടുള്ള ധാരാളം ആൾക്കാർ അങ്ങനെ പല ക്ലാസ്സുകളിലും സ്പോൺസർ ചെയ്ത ധാരാളം ആൾക്കാർ. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിട്ട് പുറത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്ത് പറയാഞ്ഞത്. പലരെയും സ്പോൺസർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ സാറിൻ്റെ ഗിഫ്റ്റ് സാറേ ഞാൻ തരാം, ഞങ്ങൾ തരാം എന്ന് ആർക്കെങ്കിലും അങ്ങനെ ഉള്ളിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പൊങ്കാലയിടൽ. അപ്പോൾ ഞാൻ നമ്പർ കൂടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് മീറ്റപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംഭവത്തിലോട്ട് വരാം. ആദ്യമേ ഞാൻ പറയാം, ഇത് നമ്മുടെ നിഫ്റ്റി 50-യെ ബാങ്ക് നിഫ്റ്റിയെ ബാധിക്കുന്ന കേസല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കേസല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. സെപ്റ്റംബറിലെങ്ങാണ്ട് അത് പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിപ്പം നമ്മുടെ നിഫ്റ്റി 50യോട് ബന്ധപ്പെട്ട സാധനങ്ങളല്ല. ഇത് എന്ന് പറയുന്നത് F&O സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട്, F&O സ്റ്റോക്കുകൾ. ആ സ്റ്റോക്കുകൾക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സംഭവം. ഇത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ, വേറെ അതിൻ്റെ വലിയ ടേംസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് നിശ്ചയിച്ചിരുന്നത് ഇതിൻ്റെ 3 മണി മുതൽ 3:30 വരെയുള്ള ഇതിൻ്റെ ഒരു വോളിയം ആവറേജ് VWAP
വെച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് പല സമയത്തും വാങ്ങിച്ച എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പ്രൈസ് അവസാനം ഒരു ആവറേജ് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ക്ലോസിങ് പ്രൈസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ലാർജ് ക്വാണ്ടിറ്റി ബൈ ചെയ്യുകയോ സെൽ ചെയ്യുകയോ ചെയ്തതിൻ്റെ പ്രൈസിനെ മൂവ് ചെയ്യിക്കാനുള്ള ഇടപെടൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അതായത് 3 മണിക്ക് ഒരു 3:10 ഒരു ഓർഡർ ഇടും, 3:20 ചെറിയ ഓർഡർ ഇടും, ലാസ്റ്റ് മൊമെൻറ്റിൽ വലിയൊരു ഓർഡർ ഇട്ട് ഈ പ്രൈസിനെ മാറ്റിമറിക്കാനുള്ള പല പ്രാവശ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് സെബിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സെബി അതിന് തടയിടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം. ഇതിന് പറയുന്നത് ഞാനതിൻ്റെ പേര് എഴുതിച്ചായിരുന്നു, ക്യാഷ് ക്ലോസിംഗ് ഓപ്ഷൻ മെക്കാനിസം. അതായത് ചിലയിടത്ത് CAS എന്ന് പറയുന്നത്, ചിലയിടത്ത് CAM എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസിംഗ് ഓപ്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അങ്ങനെ CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അങ്ങനെ ഒരു സെഷൻ പുതുതായിട്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 മണി മുതൽ 3:30 വരെയുള്ള വെയിറ്റ് ആവറേജിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ് ഇപ്പം നമുക്കൊരു ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇനിയും മുതൽ നമ്മൾ ട്രേഡിംഗ് സെഷൻ, ഈ F&Aക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് സെഷൻ 3:40 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 3:40 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ 3:15 വരെ മാത്രമേ ഇനി എന്തുള്ളൂ, നമ്മുടെ ഇൻട്രാഡേ മറ്റ് കാര്യങ്ങളൊക്കെ 3:15 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. നേരത്തെ അങ്ങനെ ചില ഓരോ ബ്രോക്കർമാരുടെ സൗകര്യം അനുസരിച്ചാണ് ചെയ്യുന്നത്. ചിലർ 3:10 ചെയ്യും, ചിലർ 3:20 ചെയ്യും, ചിലർ 3:25 ചെയ്യും, പലരും പല. ഇനിയിപ്പോൾ എന്തായാലും 3:15 ആകുമ്പം ഈ CAS സംഭവം ആരംഭിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇൻട്രാഡേ പൊസിഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആകും. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ 3:15 മുതൽ 3:20 വരെ യാതൊരുവിധ ഓർഡറുകളും സ്വീകരിക്കത്തില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ വല്ല ഓർഡർ വല്ലതും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിലുള്ളതെല്ലാം സ്ക്വയർ ഓഫ് ആയി പോകും. മറ്റ് സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കും. 3:15 മുതൽ 3:20 വരെ എക്സ്ചേഞ്ച് യാതൊരുവിധ ഓർഡറുകളും സ്വീകരിക്കത്തില്ല. ഓക്കെ, അതിനുശേഷം 3:20 മുതൽ 3:25 വരെ നിങ്ങൾക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്യാം. ഈ 3:15 മുതൽ 3:20 വരെ എക്സ്ചേഞ്ച് ഒരു പ്രൈസ് ബാൻഡ് ഒരു പ്രൈസിലോട്ട് എത്തിക്കാനുള്ള ഒരു ക്രോഡീകരണ പ്രക്രിയ ആയിരിക്കും ആ സമയത്ത്. 3:15 മുതൽ 3:20 വരെ ആ സമയത്ത് ഓരോ ഓർഡറുകളും എന്ത് ചെയ്യത്തില്ല, സ്വീകരിക്കത്തില്ല. 3:20 മുതൽ 3:25 വരെ നിങ്ങൾക്ക് ഓർഡർ, മാർക്കറ്റ് ഓർഡർ ഇടാം, ലിമിറ്റ് ഓർഡർ ഇടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം 3:20 മുതൽ 3:25 വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എത്ര ഓർഡർ വേണമെങ്കിലും 3:25 മുതൽ 3:30 വരെ എക്സ്ചേഞ്ച് ഈ കൊടുത്ത ഓർഡറുകൾ മാച്ച് ചെയ്യാൻ നോക്കും. ഏറ്റവും കൂടുതൽ മാച്ചിങ് പ്രൈസ് എവിടെയാണ്, ചിലർ 100 ഇടും, ചിലർ 102 ഇടും, ചിലർ 110 ഇടും, ചിലർ 105 ഇടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഏത് പ്രൈസിനാണ് വന്നേക്കുന്നതെന്ന് എക്സ്ചേഞ്ച് ആ പ്രൈസ് ബാൻഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും ആ സമയത്ത്. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3:25 മുതൽ 3:30 വരെ ആ സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറുകളൊന്നും ഇടാൻ പറ്റത്തില്ല. ലിമിറ്റ് ഓർഡർ, പ്രൈസ് ഇട്ടുള്ള ഓർഡറുകൾ മാത്രമേ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. 3:15 ആകുമ്പോൾ നോർമൽ മാർക്കറ്റ് അവേഴ്സ്, ഓക്കെ, അതായത് ഇൻട്രാഡേ അങ്ങനെയുള്ള സെറ്റപ്പുകളെല്ലാം എന്ത് ചെയ്യും, ഓട്ടോ സ്ക്വയർ ഓഫ് ആകും 3:15 ആകുമ്പോൾ. അതിനുശേഷം 3:15 ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിലും 3:15 അവിടെ ഒരു ബ്രേക്ക് വരും. ഈ F&A സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. 3:15 അവിടെ ഒരു ബ്രേക്ക് വരും. ഈ 3:15 മുതൽ 3:20 വരെ എക്സ്ചേഞ്ച് ഓരോ ഓർഡറുകളും സ്വീകരിക്കത്തില്ല. നിങ്ങളുടെ ഓർഡർ കിടക്കുന്ന അവിടെ കിടക്കും, ബട്ട് പുതിയതായിട്ട് ഓരോ ഓർഡറും എന്ത് ചെയ്യത്തില്ല, എക്സ്ചേഞ്ച് സ്വീകരിക്കത്തില്ല 3:15 മുതൽ 3:20 വരെ. അതിനുശേഷം 3:20 മുതൽ 3:25 വരെ നിങ്ങൾ ഇട്ട ഓർഡർ ക്യാൻസൽ ചെയ്യുകയോ പുതുതായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറോ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. എപ്പം 3:20 മുതൽ 3:25 വരെ. ഓക്കെ, 3:25 മുതൽ 3:30 വരെ നിങ്ങൾക്ക് ഓൺലി ലിമിറ്റ് ഓർഡർ മാത്രമേ ഇടാൻ പറ്റൂ. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ പ്രൈസ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ, ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയോ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുകയോ ചെയ്യാം. എപ്പോഴേ
3:25 മുതൽ 3:30 വരെ ഓൺലി ലിമിറ്റ് ഓർഡർ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോഴും എക്സിക്യൂഷൻ നടക്കത്തില്ല. ഓർഡർ ഇട്ട് വെക്കാം, ഓർഡർ ഇട്ട് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം 3:30 മുതൽ 3:35 വരെ ഈ കിട്ടിയ ഓർഡറെല്ലാം, ഈ വന്ന ഓർഡർ എല്ലാം എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? അനലൈസ് ചെയ്തിട്ട് ഒരു മാച്ചിങ് പ്രൈസിലേക്ക് എത്തും. ഏറ്റവും കൂടുതൽ മാച്ച് നമ്മൾ സാധാരണ രാവിലെ AMO ഇടത്തില്ല. AMO ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 9-7 ശേഷം കൂടുതൽ മാച്ചിങ് പ്രൈസ് വരുന്ന എക്സിക്യൂഷൻ നടക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ 3:30 കഴിയും, 3:30-35 വരെ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് വരുന്ന പ്രൈസിൽ എക്സിക്യൂഷൻ നടക്കുക. അപ്പം ഈ പറയുന്ന പോലെ ഹ്യൂജ് ഒരു മാനിപ്പുലേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈസിനകത്തിൽ നടത്താൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ റെഫറൻസ് പ്രൈസ് എന്ന് പറയുന്നത് 3 മണി മുതൽ 3:15 വരെ ഉണ്ടായിരുന്ന പ്രൈസ്, വിവാപ്പ് വെച്ചുള്ള പ്രൈസ്, വെയ്റ്റഡ് ആവറേജ് വോളിയം വെച്ചുള്ള പ്രൈസിൻ്റെ ആ പ്രൈസാണ് റെഫറൻസ് പ്രൈസായിട്ട് വെക്കുന്നത്. ഓക്കെ, ആ റെഫറൻസ് പ്രൈസ് വന്നതിന് ശേഷം ആ കിട്ടുന്ന റെഫറൻസ് പ്രൈസിൽ, ഇവർ പറയുന്നത് പ്രകാരം ആ കിട്ടുന്ന റെഫറൻസ് പ്രൈസിൽ ഏകദേശം 3% മുകളോട്ടോ 3% താഴോട്ടോ ഉള്ള ഒരു പ്രൈസിലായിരിക്കും മിക്കവാറും ക്ലോസിംഗ് പ്രൈസ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ഇപ്പോൾ 100 രൂപയാണ് റെഫറൻസ് പ്രൈസ് എങ്കിൽ ഒന്നുകിൽ 103 രൂപ അല്ലെങ്കിൽ 97 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് പ്രൈസ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതായത് 3:35 മുതൽ 3:40 വരെ ഏറ്റവും കൂടുതൽ മാച്ചിങ് പ്രൈസിലുള്ള സാധനം വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം. വേറെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബട്ട് നമ്മളൊരു ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. 3:15 ശേഷം ഈ വരുന്ന സംഗതികളൊക്കെ നടന്നു കഴിഞ്ഞാലും ഈ പറയുന്ന വലിയ ഹ്യൂജ് വോളറ്റാലിറ്റി പ്രൈസിനകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും വളരെ കുറവാണ്. കാരണം ചില സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് 10 മിനിറ്റ് മുമ്പിൽ 10 മിനിറ്റിൽ ഈ പ്രൈസൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് മുരട്ട് കയറി. ഞാൻ കണ്ടിട്ടുണ്ട് BSEയിലും അദാനി എൻ്റർപ്രൈസസിലൊക്കെ പ്രൈസ് ലാസ്റ്റ് മൊമെൻറ്റിൽ പെട്ടെന്ന് തന്നെ 10, 20, 30, 40 പോയിൻ്റൊക്കെ മുകളിലോട്ട് കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻ്റെ പ്രൈസിനകത്തിലും ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ ഇനിയും മുതൽ അങ്ങനെയുള്ള സംഭവവികാസങ്ങളൊന്നും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനൊരു തടയിടുക എന്നുള്ളതാണ് സെബി ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നമ്മളുടെ F&O സംഭവത്തിൽ നമ്മുടെ നിഫ്റ്റി 50-ലോ മറ്റ് സംഭവങ്ങളോ ഇത് ബാധിക്കാനുള്ള ഇടയില്ല. ഓൺലി F&O സ്റ്റോക്കുകൾ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് സെബി നടത്തുന്നത്. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നിഫ്റ്റി 50 എല്ലാം 3:40 വരെ സമയം കാണും. ഓൺലി അതായത് F&O സ്റ്റോക്കുകളുടെ ട്രേഡിങ്ങും പിന്നെ നമ്മളുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റിയും അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സും അതും 3:40 വരെ സമയം കാണും. 10 മിനിറ്റോട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രൈസ് ഈ നിഫ്റ്റി 50-ലും അതിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ബട്ട് അതിൻ്റെ സ്റ്റോക്കുകൾ, വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളിൽ എന്ത് മാറ്റം വരുന്നത് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ നിഫ്റ്റി 50-ലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അല്ലാതെ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല നിലവിൽ. അതിനിയും പുതിയ പരിപാടി ഇനി സെപ്റ്റംബറിലേക്ക് ഉള്ളതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇത് F&O സ്റ്റോക്ക്, അതായത് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇച്ചിരി കോംപ്ലിക്കേഷനാണ് എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം 3:30 എന്നുള്ളത് 3:40 വരെയായി. ഈ സംഭവം ട്രേഡിങ് F&O സ്റ്റോക്കുകളിലാണ് കൂടുതലും ഉള്ളത്. അതിൻ്റെ പ്രൈസിൻ്റെ അതിൽ വലിയ വേരിയേഷൻ ലാസ്റ്റ് മൊമെൻറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ സെബി കൊണ്ടുതന്നെ മെക്കാനിസം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവവികാസങ്ങളൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ സാധാരണ ഇതിൽ നമ്മളും അങ്ങനെ വലിയ ഓർഡറുകളൊന്നും ഈ സ്റ്റോക്ക് ഓപ്ഷൻസിനകത്തൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കഴിവതും നിങ്ങൾ ചെയ്യുന്നവർക്ക് ഇൻട്രാഡേയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വലുതായിട്ട് വലിയ ബാധിക്കുന്ന സംഭവങ്ങളില്ല. പിന്നെ വലുതായിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അവരുടെ ട്രേഡ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ 5000 വെച്ച് ചെയ്യുന്ന നമുക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ഒരു ബന്ധവും ഇല്ല, അല്ലെ ഇതുകൊണ്ട് യാതൊരു വലിയ ഗുണമൊന്നുമില്ല. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.